भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ ചതുർത്ഥോധ്യായ. രാജോവാച യാനി യാനീഹ കർമാണി യേർയേർസ്വച്ഛന്ദജന്മഭിः ചക്രേ കരോതി കർത്താവാ ഹരിസ്ഥാനി ബ്രുവന്തു ന. ദ്രുമള ഉവാച യോ വാ അനന്തസ്യ ഗുണാനനന്ദാനനുക്രമിഷ്യൻ സതു ബാലബുദ്ധി. രജാംസി ഭൂമിർഗണയിൽ കഥഞ്ചിൽ കാലേനൈവാഖിലശക്തിധാംന. ഭൂതൈർയദാ പഞ്ചഭിരാത്മസൃഷ്ടൈ പുരം വിരാജം ചിവിരചയ്യ തസ്മിൻ. സ്വാംശേന വിഷ്ടപുരുഷാഭിധാനമവാപനാരായണാദിദേവ. യത്കായേഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാമുഭയേന്ദ്രിയാണി. ജ്ഞാനം സ്വതശ്വസനതോ ബലമോജ ഈഹാ സത്വാദിഭി സ്ഥിതിലയോദ്ഭവ ആദികർത്ത. ആദാവഭൂച്ഛതധൃതിരജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ കൃതുപതി ദ്വിജധർമ്മസേതു. രുദ്രോപ്യയായ തമസാ പുരുഷഃ സ ആദ്യ ഇത്യുദ്ഭവസ്ഥിതിലയാ സതതം പ്രജാസു. ധർമ്മസ്യ ദക്ഷദുഹിതുര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഋഷിപ്രവര പ്രശാന്ത. നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപി ചാസ്തഋഷിവര്യനിഷേവിതാംഘ്രി. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഘൃക്ഷതീതി. കാമം ന്യയുക്തസഗണം സബദര്യുപാഖ്യം ഗത്വാപ്സരോ ഗണവസന്തസുമന്ദവാതൈ. സ്ത്രീ പ്രേക്ഷണേഷു ഭിരവിദ്ധ്യത തന്മഹിജ്ഞ. വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയേജമാനാൻ. മാ ഭൈഷ്ടഭോ മദനമാരുതദേവവദ്ധോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുധ്വം. ഇദ്ധം ബ്രുവത്യഭയദേ നരദേവദേവാം. സവ്രീഡനമ്രശിരസഃ സഘൃണം തമൂചു. നൈതദ്വിഭോ ത്വയി പരേ വികൃതേ വിചിത്രം. സ്വാരാമധീരനികരാനതപാദപത്മേ ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായ. സൗഗോ വിലംഘ്യ പരമം വ്രജതാം പദം തേ. നാന്യസ്യ ബർഹിഷി ബലീൻ ദദത സ്വഭാഗാൻ. ധത്തേ പദം ത്വമവിതായതി വിഘ്നമൂർധ്നി. ക്ഷുത്രകാലഗുണമാരുതജൈഷ്യശൈഷ്ണ്യാനസ്മാനപാരജലധീനതിതീര്യകേചിൽ. ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പദേ ഗോർമജ്ജന്തി ദുശ്ചരതപശ്ച വൃഥോത്സൃജന്തി. ഇതി പ്രഗൃണതാം തേഷാം സ്ത്രിയോത്യത്ഭുതദർശനാ. ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതിർവിഭു. തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയശ്രീരിവരൂപിണീ.
ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയ താനാഹ ദേവദേവേശ പ്രണതാൻ പ്രഹസന്നിവ ആസാമേകതമാം വൃങ്ധ്വം സവർണാം സ്വർഗഭൂഷണാം ഓമിത്യാദേശമാദായ നത്വാ തം സുരവന്ദന ഉർവശീം അപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം യയു ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊജുർനാരായണബലം ശക്രസ്തത്രാസവിസ്മിത ഹംസസ്വരൂപ്യവദച്യുതാത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാന വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണസ്തേനാഹൃത മധുഭിദ ശ്രുതയോ ഹയാസ്യേ ഗുപ്തോപ്യേമനിരിളൌഷധയശ്ച മാത്സ്യേ ക്രൗഡേ ഹതോദ്ദിതിജ ഉദ്ധരതാംഭസക്ഷ്മാം കൗർമേ ധൃതോദ്രിരമൃതോത്മധനേ സ്വപൃഷ്ഠേ ഗ്രാഹാൽ പ്രപന്നമിഭരാജമമുഞ്ജദാർത്തം സംസ്തുന്വതോബ്ധിപതിതാൻ ശ്രമണാൻഷീംശ്ച ശക്രം ച വൃത്രവധതസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോസുരഗ്രഹേ പിഭീത അനാഥ ജഘ്നേ സുരേന്ദ്രമഭയായ സതാം നൃസിംഹേ ദേവാസുരേ യുധി ച ദൈത്യപതിൻ സുരാർത്ഥേ ഹത്വാന്തരേഷു ഭുവനാന്യദധാൽകലാഭി ഭൂത്വാധ വാമന ഇമാമഹരൽബലേക്ഷ്മാം യാജ്ഞാച്ഛലേന സമദാദതിദേ സുതേഭ്യ നിക്ഷത്രിയാമകൃതഗാം ച ത്രിസപ്തകൃത്വോ രാമസ്തു ഹൈഹേകുലാപ്യയ ഭാർഗവാഗ്നി സോബ്ധിംബബന്ധ ദശവക്ത്രമഹൻസലംഗം സീതാപതിർജയതി ലോകമലഘ്നകീർത്തി ഭൂമേർ ഭരാവതരണായേ ദുഷ്വജന്മ ജാതക്കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദേർവിമോഹയതി യജ്ഞകൃതോദർഹാൻ ശൂദ്രാൻ കലൗക്ഷിതി ഭുജോന്യഹനിഷ്യദന്തേ ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗൽപതേ ഭൂരീണി ഭൂരിയശസോ വർണ്ണിതാനി മഹാഭുജ ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ അവതാരവർണ്ണനം നാമ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭഗവാന്റെ അക്ഷരസ്വരൂപമായ ശ്രീമദ് ഭാഗവതം, ആ ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 758 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നിമി മഹാരാജാവിൻ്റെ മുമ്പിൽ ദ്രുമിളൻ എന്ന നവയോഗികളിൽ ശ്രേഷ്ഠനായ അദ്ദേഹം അവിടെ അവതാര വർണ്ണന നടത്തുകയാണ്. ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ച്, അവതാരമൂർത്തികളെ പൂജിക്കണം എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നവയോഗികൾ പറഞ്ഞപ്പോൾ നിമി മഹാരാജാവ് ചോദിക്കുകയാണ്, എങ്കിൽ ഭഗവാൻ ഏതൊക്കെ അവതാരങ്ങളാണ് എടുത്തത്, ഏതൊക്കെ ലീലകളാണ് ആടിയത്, അതിനെ ഞങ്ങളോട് പറഞ്ഞു തരണേ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ ചോദ്യത്തോടു കൂടിയാണ് ഏകാദശ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. പറയുന്നു, യാനി യാനീഹ കർമാണി യൈര്യൈ സ്വച്ഛന്ദ ജന്മഭി ചക്രേ കരോതി കർത്താവ ഹരിസ്ഥാനി ബ്രുവന്തുന. ഹരി യൈ യൈ സ്വച്ഛന്ദ ജന്മഭി ഇഹ യാനി യാനി കർമാണി ചക്രേ കരോതി. ഹരി മഹാവിഷ്ണു ശ്രീഹരി ഏത് സ്വച്ഛന്ദ ജന്മഭി സ്വതന്ത്ര ജന്മങ്ങൾ കൊണ്ട് ഇഹ യാനി യാനി ഈ ലോകത്തിൽ ഏതേത് കർമ്മങ്ങളെ ചെയ്യുന്നുവോ കരോതി കർത്താവ ചെയ്യുമോ
താനി അവയെ ന ബ്രുവന്തു ഞങ്ങളോട് പറയണേ. ഇഷ്ടമൂർത്തിയെ പൂജിക്കണം എങ്കിൽ ആ ഇഷ്ടമൂർത്തിയുടെ സ്വരൂപത്തെ അറിയണം. ആ ഇഷ്ടമൂർത്തിയെ സ്തുതിക്കാൻ അവിടുത്തെ ലീലകൾ അറിയണം, അവതാര വിശേഷങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ആ ഗുണങ്ങളെയും കർമ്മങ്ങളെയും ഭഗവാന്റെ രൂപങ്ങളെയും ഒക്കെ അറിയണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ തന്നെ, ഭഗവത് സൃഷ്ടികളൊക്കെ തന്നെ ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ്, മറ്റൊരാളുടെ സങ്കല്പം കൊണ്ടല്ല ഭഗവാൻ അവതരിക്കുന്നത്, സ്വസങ്കല്പം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്വേച്ഛാനുസരണമായതുകൊണ്ട് സാധാരണ ആളുകളെ പോലെയുള്ള പാരതന്ത്ര്യം ഭഗവാനില്ല, അസ്വാതന്ത്ര്യം ഭഗവാനില്ല. ഭഗവാൻ എന്നും സ്വതന്ത്രനാണ്. ഒരു നാടകത്തിലെ വേഷക്കാരൻ തൻ്റെ സ്വന്തം രൂപം മറയ്ക്കാതെ അന്യരൂപം സ്വീകരിച്ച് പ്രവർത്തികൾ ചെയ്യണം. അയാൾ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അയാളിലെ സ്വത്വം അതേപോലെ നിലനിർത്തി ഒരു മൂടുപടം, ഒരു കഥാപാത്രത്തിൻ്റെ മൂടുപടം അണിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അതേപോലെ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓരോ രൂപങ്ങൾ ധരിക്കുന്നു, അതൊക്കെ സ്വച്ഛന്ത രൂപങ്ങളാണ്. ഏതു രൂപം ധരിച്ചാലും ഭഗവാന് മാറ്റമൊന്നുമില്ല. ഇപ്പോ എന്ത് അവതാരമാണ് എടുത്തിരിക്കുന്നത്, ഭഗവാൻ ഏതൊക്കെ അവതാരങ്ങൾ ഇനി എടുക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിമി മഹാരാജാവ്. ഇനി ഈ അധ്യായം കഴിയുന്നത് വരെ ദ്രുമിളൻ എന്ന നവയോഗിയുടെ വിശേഷമായിട്ടുള്ള ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ അവതാര വർണ്ണനകളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. ദ്രുമിളൻ പറയുകയാണ്, യോവാ അനന്തസ്യ ഗുണാനന്ദാനനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമേർഗണയേൽ കഥഞ്ചിൽ കാലേന നൈവാഖില ശക്തിധാംന. അനന്തസ്യ അനന്താൻ ഗുണാൻ, അവസാനമില്ലാത്ത ആ ഭഗവാന്റെ, അതുകൊണ്ടാണ് ഭഗവാൻ അനന്തൻ എന്ന് പേര്. അനന്താൻ ഗുണാൻ, അനന്തഗുണങ്ങളെ യാ അനുക്രമിഷ്യൻ, ആരാണോ ഗണിക്കാൻ ആലോചിക്കുന്നത്, സതു അവനോ ബാലബുദ്ധി, കുട്ടികളുടെ ബാലിശമായ ബുദ്ധിയോട് കൂടിയവനാണെന്നാണ്. മഹതാകാലേന, വളരെ കാലം കൊണ്ട്, കഥഞ്ചിൽ പ്രയാസപ്പെട്ട്, ചിലപ്പോ ഭൂമേ രജാംസി ഗണയൽ, ഭൂമിയിലെ പൊടികൾ എത്രയുണ്ട് എന്ന് ചിലപ്പോ കണക്കാക്കാൻ സാധിച്ചേക്കാം. എന്നാൽ അഖില ശക്തിധാമന, സമസ്ത ശക്തികളുടെയും ധാമമായിരിക്കുന്ന, സ്ഥാനമായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങളെ നൈവ ഗണയിൽ, ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ഭഗവാന്റെ അവതാരങ്ങൾ മുഴുവൻ പറയാന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സൃഷ്ടമായതിനെ കുറിച്ച് മുഴുവൻ പറയണം. ഭഗവാനല്ലാതെ ഈ ലോകത്തൊന്നും തന്നെയില്ല. എങ്കിലും അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, ലീലകളൊക്കെ അനുസരിച്ച് ചിലതിനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യന്തരഹിതനാണ് ഭഗവാൻ. അവതാരങ്ങൾ, അതേപോലെ അവതാരങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതൊക്കെ അനന്തമാണ്. ഭഗവാന്റെ അംശാവതാരമുണ്ട്, അംശാംശാവതാരമുണ്ട്, പൂർണ്ണാവതാരമുണ്ട്, ആവേശാവതാരമുണ്ട്, പരിപൂർണാവതാരമായി ശ്രീകൃഷ്ണാവതാരമുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യന്തരഹിതനാണ് ഭഗവാൻ. അവതാരങ്ങളും ആ ലീലകളും അനന്തമാണ്. അത് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്നൊരാൾക്ക് തോന്നുന്നത് തന്നെ ബാലിശമാണ്, ബാലബുദ്ധിയാണ്, ആലോചനയില്ലായ്മയാണ്. ആലോചിച്ചാൽ മനസ്സിലാവും ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന്. ഇനി വളരെ കാലം കഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ ഭൂമിയിലെ മൺതരികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ ആ ഭഗവാന്റെ അവതാര ലീലകളെയും അവതാരങ്ങളെയും എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ഭഗവാന്റെ ഗുണങ്ങൾ അളവറ്റതാണ്. എങ്കിലും അങ്ങയുടെ ചോദ്യം ഭഗവത് ഭജനത്തിന് കാരണമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചുരുക്കി പറയാം. അത്രയേ ഉള്ളൂ. ഭൂതൈര്യദാ പഞ്ചഭിരാത്മസൃഷ്ടൈ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനമവാപ നാരായണമാദിദേവ. ആത്മസൃഷ്ടൈ, തന്നാൽ തന്നെ ഉണ്ടാക്കപ്പെട്ട പഞ്ചഭീഭൂതൈ, 5 ഭൂതങ്ങളെ കൊണ്ട്, വിരാജം പുരം, വിരാട്ട് എന്ന പേരായ പുരത്തെ ഉണ്ടാക്കിയിട്ട്, വിരചയ്യ
തസ്മിൻ സ്വാംശേന വിഷ്ട, അതിൽ തൻ്റെ അംശം കൊണ്ട് പ്രവേശിച്ചിട്ട് ആദിദേവ, ആദിയിലൊന്നും ഇല്ലാതിരുന്ന സമയത്തും ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരുന്ന പ്രകാശിച്ചുകൊണ്ടിരുന്ന ആ ഭഗവാൻ നാരായണ, ശ്രീമൻ നാരായണൻ പുരുണാഭിധാനം, ഇവിടെ പുരുഷൻ എന്ന നാമത്തെ അവാപ പ്രാപിച്ചു എന്നാണ്. ഭഗവാൻ ആദിദേവനാണ്, ശ്രീമൻ നാരായണനാണ്. തൻ്റെ ശക്തിയെ ലോകത്തിൽ പ്രകാശിപ്പിച്ചു. ആ ശക്തിയിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാണ്ടത്തെ പ്രവർത്തിപ്പിക്കാൻ താൻ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് ഒരു പുഴു തനിക്കിരിക്കാൻ കൂടുണ്ടാക്കുന്നത് പോലെ ഭഗവാൻ ആ കൂടുണ്ടായിക്കഴിഞ്ഞാൽ പുഴു അതിനകത്ത് കയറിയിരിക്കും. തൻ്റെ സ്വരൂപം പുറത്തു കാണിക്കാതെ ഈ കൂടിനെയും വലിച്ചുകൊണ്ട് നടക്കും. ഇതേപോലെ ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ച് അതിനെ വേണ്ട പോലെ കൊണ്ടു നടക്കുന്നവൻ പുരുഷൻ. പല രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രധാന പുരുഷനാണ്, വിരാട് പുരുഷനാണ്. അപ്പോ ഈ വിരാട് പുരുഷനാണ് ഭഗവാന്റെ ആദ്യാവതാരം എന്ന് പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഭഗവാൻ സാധാരണ ദൃഷ്ടിക്ക് പലതരത്തിലായി പ്രകാശിക്കപ്പെടുന്നു. പല പ്രകാരേണ പ്രകാശിക്കുന്നവൻ വിരാട് പുരുഷൻ. അങ്ങനെ ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ പരമചൈതന്യം മനസ്സിനു കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതാണ്. എന്നാൽ ഈ ജഡമായ ലോകം എങ്ങനെയാണ് ചൈതന്യമായി നിലനിൽക്കുന്നത് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യാവതാരം പുരുഷാവതാരമാണ്. വിരാട് പുരുഷനായി ഭഗവാൻ അവതരിച്ചു. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളും ഭഗവത് പ്രവേശം കൊണ്ടാണ് ശോഭനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് വെറും ജഡമാണ്. ഭഗവാനിൽ കൂടി ബ്രഹ്മാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തിൽ കൂടി ഭഗവാനെയും അറിയാൻ ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്നത് കൊണ്ട് ഭഗവാൻ അന്തര്യാമിയാണ്. ബ്രഹ്മാണ്ടമാകുന്ന പുരത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ശയിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പുരുഷൻ എന്ന പേര്. അങ്ങനെയെങ്കിൽ ആദ്യ അവതാരം വിരാട് പുരുഷനാണ് എന്ന് വരുന്നു. യത്കായ ഏഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാമുഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഹ സത്വാദിഭി സ്ഥിതിലയോദ്ഭവ ആദികർത്ത. യത്കായേ, ആരുടെ ദേഹത്തിലാണോ, ഏഷ, ഈ ഭുവനത്രയ സന്നിവേശ, മൂന്ന് ലോകത്തിൻ്റെയും സ്ഥിതി ഉണ്ടാവുന്നത്, യസ്യ ഇന്ദ്രിയൈ, ഏതൊരുവന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, തനുഭൃതാം, ദേഹികളുടെ, ഉഭയേന്ദ്രിയാണി, രണ്ടു തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ടാവുന്നു, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. യസ്യ സ്വതഃ, ഏതൊരാൾക്കാണോ താനെ തന്നെ ഇന്ദ്രിയാപേക്ഷ കൂടാതെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് ലഭിക്കുന്നത്, ശ്വസനത, ആയതൊരുത്തന്റെ പ്രാണനിൽ നിന്ന്, തനുഭൃതാം, ദേഹികൾക്ക് ബലവും ഓജസ്സും, ഈഹ, ശരീരചേഷ്ടയും ഉണ്ടാകുന്നു, സത്വാദിഭി, സത്വാബുദ്ധി ഗുണങ്ങൾ കൊണ്ട്, സ്ഥിതിലയോദ്ഭവേ, രക്ഷ, നാശം, സൃഷ്ടി, ഇതിൽ ആദികർത്ത, ആദികാരണമായി തീരുന്നു എന്നാണ്. ഈ വിരാട് പുരുഷന്റെ അവതാരത്തിന്റെ ഗുണകർമ്മങ്ങളും സ്വരൂപവിശേഷങ്ങളും പറയുകയാണ് രണ്ട് ശ്ലോകങ്ങളിലൂടെ. മൂന്ന് ലോകവും നിലനിൽക്കുന്നത് വിരാട് പുരുഷനിലാണ്. ഈ ലോകത്തിന്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, കയ്യ്, കാല് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളും നേത്രം, ശ്രോത്രം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ആ ഭഗവാന്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നുമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലെയുള്ള ഇന്ദ്രിയങ്ങളാണ് ഭഗവാന്റെ എന്ന് നമ്മൾ കരുതരുത്. ഇന്ദ്രിയങ്ങളുടെ അപേക്ഷ ഭഗവാന്റെ ജ്ഞാനത്തിനുമുണ്ട് എന്ന് ധരിക്കരുത്. ഭഗവാന്റെ ജ്ഞാനം എങ്ങനെയുള്ളതാണ്? അതാണ് സ്വതസിദ്ധമാണ് എന്ന് പറഞ്ഞത്. സ്വതഹ,
ഭഗവാന്റെ ജ്ഞാനം സ്വതസിദ്ധമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടാവുന്നതല്ല എന്ന് ചുരുക്കം. ഭഗവത് സ്വരൂപം തന്നെ ജ്ഞാനഘനമാണ്, ജ്ഞാനസ്വരൂപമാണ്. അങ്ങനെ ആ ഭഗവാന്റെ പ്രാണനിൽ, സമഷ്ടി പ്രാണനിൽ നിന്ന് ദേഹികൾക്ക് ദേഹശക്തി, മനഃശക്തി, പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ഇതൊക്കെ ഉണ്ടാവുന്നു. രജോ ഗുണത്തെ അവലംബിച്ചും കൊണ്ട് സൃഷ്ടി നടക്കുന്നു, തമോ ഗുണത്തെ ആശ്രയിച്ചും കൊണ്ട് സംഹാരം നടക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ നിമിത്ത കാരണവുമാണ്, ഉപാദാന കാരണവുമാണ്. ഇങ്ങനെ നിമിത്തത്തിനും ഉപാദാനത്തിനും കാരണമായിരിക്കുന്ന ആ ഭഗവാൻ ആദികർത്ത. ഭഗവാന് മറ്റൊരു പേര് ആദികർത്താവാണ് ഭഗവാൻ. അപ്പോ ഉണ്ടായി നിലനിന്ന് ലയിക്കുക, അത് പ്രപഞ്ചത്തിന്റെ, ജഗത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ ഈശ്വരൻ വേറെ ഇല്ല, ഈ ജഗത്ത് മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ഇവർ ഈ സ്വഭാവത്തിന് കാരണമായ ചൈതന്യത്തെ തിരിച്ചറിയുന്നില്ല. ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങളോളം തന്നെ കാര്യങ്ങളുടെ തത്വത്തെ ധരിച്ച് അതിനുശേഷം അങ്ങോട്ട് വഴിയില്ലെന്ന് നിശ്ചയിച്ച് സ്വഭാവത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ആസ്പദമായി സ്വയം നിരാസ്പദമായി എല്ലാത്തിനും കാരണമായി സ്വയം നിഷ്കാരണമായി എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് സ്വയം പ്രകാശപൂരിതമായി ആ പരമ തേജസ്, ആ ഭഗവാനെ കാണാൻ സാധാരണ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോ ബുദ്ധിമാന്മാർ പോലും ക്ഷമയില്ലാതെ വരുമ്പോൾ, എത്തേണ്ട സ്ഥാനത്ത് എത്താതെ വരുമ്പോൾ ഇതുവരെ വഴിയുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തുന്നു. ഇവർ ശൂന്യവാദികൾ എന്നറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ ഓരോ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്ന ഓരോ മതങ്ങളും, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം, അത് ഹിന്ദു സംസ്കാരത്തിന്റെ ഓരോരോ ഭാഗങ്ങളാണ്. സാഖ്യന്മാര്, വൈയേഷികാദി വിഭാഗങ്ങളൊക്കെ തന്നെ എവിടെ വരെ എത്തിയോ അതുവരെ കുഴപ്പമില്ല, അതിനപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് സാധിക്കാതെയായി. ഇല്ല എന്ന് പറയുന്നത് തനിക്ക് അറിയില്ല എന്നുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരു പോലും ഇത്തരക്കാർക്ക് ഇല്ലാതെയായിപ്പോയി. പക്ഷേ നമ്മളെന്ത് വേണം? എല്ലാത്തിൻ്റെയും നന്മയെ സ്വാംശീകരിക്കണം എന്നാണ്. ഒന്നിനെയും ദുഷിക്കരുത്. ന നിന്ദതി ന പ്രശംസതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നു ആ വിരാട് പുരുഷൻ ആദാവഭൂച്ഛതധൃതി രജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ കൃതുപതിർദ്വിജധർമ്മസേതു രുദ്രോപ്യയായ തമസാ പുരുഷ സ ആദ്യ ഇത്യുദ്ഭവസ്ഥിതിലയാ സതതം പ്രജാസു. ആദിയിൽ രജോ ഗുണം കൊണ്ട് ശതധൃതി ബ്രഹ്മാവായിട്ട് മാറി ഈ ഭഗവാൻ തന്നെ. അസ്യ സർഗേ ഇതിൻ്റെ സൃഷ്ടിയിൽ പ്രവർത്തിച്ച് കൊണ്ടേയിരുന്നു ഭഗവാൻ. ബ്രഹ്മാവായതും ഭഗവാൻ തന്നെ. കൃതുപതി യാഗങ്ങളുടെ ഫലദാതാവായി, ദ്വിജധർമ്മസേതു ബ്രാഹ്മണാദി വർണ്ണങ്ങളുടെയും ധർമ്മങ്ങളുടെയും സ്ഥാപകനും അതിൻ്റെ മര്യാദയുമായിരിക്കുന്ന വിഷ്ണു സ്ഥിതവും ആ സ്ഥിതിയിൽ പ്രവർത്തിക്കുന്നു. തമസ തമോ ഗുണം കൊണ്ട് അപ്യയായ രുദ്രഹ നാശത്തിനായിക്കൊണ്ട് രുദ്രനായിട്ട് മാറിയതും ഭഗവാൻ തന്നെ. ഇങ്ങനെ അദ്യ പുരുഷ അദ്യനായ പുരുഷനാണ് ഈ ഭഗവാൻ. ഇങ്ങനെ പ്രജാസു സതതം ഉദ്ഭവസ്ഥിതിലയാ പ്രജകളിൽ എപ്പോഴും ഉദ്ഭവവും സ്ഥിതിയും ലയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ശ്രീമന്നാരായണൻ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യത്തിൽ വ്യഷ്ടി സമഷ്ടി രൂപമായ ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പിൽ രജോ ഗുണത്തെ ഉപാധിയായി സ്വീകരിച്ചും കൊണ്ട് ശതധൃതിയായി ബ്രഹ്മാവായി ഉണ്ടായത് ഭഗവാൻ. രജോ ഗുണമാണ് ബ്രഹ്മാവിൻ്റെ സ്വരൂപം. അപ്പോ നിർമ്മലമായ സത്വഗുണത്തെ അവലംബിച്ച് വിഷ്ണുവായും രജോ ഗുണത്തെ അവലംബിച്ചും കൊണ്ട് ബ്രഹ്മാവായും തമോ ഗുണത്തെ അവലംബിച്ചും കൊണ്ട് രുദ്രനായി മാറിയതും ഒരേ ഭഗവാൻ തന്നെ. പിന്നെ ഈ ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്തുന്ന ഓരോ കർമ്മങ്ങൾ അത് ഭംഗിയായി നടക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും വാസനയ്ക്കും ബുദ്ധിക്കുമനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങൾ നിശ്ചയിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള വ്യാപാരങ്ങൾ നടത്തിക്കുകയും അതിന് യോജ്യമായ ഫലങ്ങളെ കൊടുക്കുകയും ചെയ്യുന്ന ഭഗവാൻ. അതുകൊണ്ട്
വിഷ്ണു രക്ഷയ്ക്കായിട്ടാണ് എന്ന് പറയുന്നു. രുദ്രനായപ്പോഴോ ലോകം ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും വേണം. ആ നശിക്കാനുള്ള, അതിൻ്റെ സംഹരിക്കാനുള്ള കാരണമായി നിൽക്കുന്നത് രുദ്രൻ ആണ്. സത്വാദി ഗുണങ്ങളുടെ നിയന്താവായിരിക്കുന്ന ഭഗവാൻ കാരണമായി ഭവിച്ചു, അല്ലെ? ജനനത്തിനും സ്ഥിതിക്കും മരണത്തിനും. അങ്ങനെ ബ്രഹ്മാവിഷ്ണു രുദ്രസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ആദ്യപുരുഷൻ എന്ന് വിളിക്കുന്നു. ഈ 5-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാളെ 6-ാമത്തെ ശ്ലോകം മുതൽ. ഹരയേ നമഃ. ഞങ്ങൾ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം.
ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.